നമസ്കാരം, അൻസാദാണ്. മിറാക്കിൾ അക്യുപഞ്ചറിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയുടെ അവസാനം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ 1-2 വീഡിയോ ചെയ്തിരുന്നു. ആ ഭാഗത്ത് രക്ഷാപ്രവർത്തനത്തിന് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ ആ രക്ഷാപ്രവർത്തനത്തിന് പോകുമ്പോൾ അവരുടെ ഇമ്മ്യൂണൈസേഷൻ കൂട്ടാനുള്ള പോയിൻ്റ് ഈ വീഡിയോയുടെ അവസാനം നമ്മൾ വീണ്ടും ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ആ പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെ മറികടക്കാം, അതിൻ്റെ ടിപ്സും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ലുബാബ ആണ് ചോദിച്ചിരിക്കുന്നത്, അസ്ഥി വളർച്ച മാറുമോ, ടെന്നീസ് എൽബോ പോലുള്ള രോഗങ്ങളെ പറ്റിയുള്ള അറിയിച്ചാലും. നമുക്കറിയാം, തീർച്ചയായും സെഡിമെൻറ്റ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ വേസ്റ്റ് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കെട്ടിക്കിടക്കും, ഡെപ്പോസിറ്റ് ആകാറുണ്ട്. അത് ആ കിടന്ന ശേഷം ആ ഭാഗത്ത്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഉപ്പൂറ്റിയുടെ ആ ഭാഗത്ത് ഈ സെഡിമെൻറ്റ്സ് വന്ന് അടിഞ്ഞു കൂടിയ ശേഷം ആ ഭാഗത്ത് ഒരു ബൾജിങ് പോലെ ഇങ്ങനെ വരും. അതുപോലെ ടെന്നീസ് എൽബോയുടെ ഈ ഭാഗത്ത് എന്ത് ചെയ്യും, ഒരു ബൾജിങ് പോലെ വരും. ഇത് ശരിക്കും പറഞ്ഞാൽ അക്യൂഷൻ ട്രീറ്റ്മെൻറ്റിലൂടെ തീർച്ചയായും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഭേദപ്പെടുത്തുന്നതും അങ്ങനെ ഭേദപ്പെടുത്തിയ റിസൾട്ട് നമുക്ക് ലഭ്യമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ചോദിക്കും, ഒരുപാട് അമിതമായിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ ആവശ്യത്തിന് മാത്രം വെള്ളം കുടിച്ചാൽ മതി എന്നുള്ളതാണ് ഒന്നാമത് ശ്രദ്ധിക്കാനുള്ള കാര്യം. രണ്ടാമത് ലൈഫ് സ്റ്റൈലിനകത്തുള്ള ചേഞ്ചസ്, കൃത്യസമയത്ത് ഉറങ്ങുക, അതേപോലെ ഭക്ഷണങ്ങൾ വിശപ്പുള്ളപ്പോൾ മാത്രം കഴിക്കുക, നേരത്തെ രാത്രി ഭക്ഷണം കഴിക്കുക, രാവിലെ കുളിക്കുക. ഇത് ചെയ്യുമ്പോൾ തന്നെ ശരീരത്തിനകത്തുള്ള വേസ്റ്റുകൾ കെട്ടിക്കിടക്കാതെ പുറത്തേക്ക് പോവുകയും ശരീരത്തിനകത്ത് നല്ലൊരു ആശ്വാസം ഉണ്ടാവുകയും ചെയ്യുകയും ചെയ്യും. തീർച്ചയായും ഏതോ 3-4 ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ അസ്ഥി വളർച്ചയുള്ള ബുദ്ധിമുട്ടിന് നല്ലൊരു പരിഹാരം കിട്ടാറുണ്ട്. അടുത്തത് മുഹിദ്ദീനാണ് ചോദിച്ചിരിക്കുന്നത്, പ്രസവം നിർത്തിയാൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്, ആ സ്ത്രീ ശരീരത്തെ എന്തെല്ലാം രീതിയിൽ ബാധിക്കും? മറുപടി പ്രതീക്ഷിക്കുന്നു. അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ഇതിന് പരിഹാരമുണ്ടോ? നമുക്ക് പ്രസവം നിർത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആ യൂട്രസിലേക്ക് ഈ നമ്മുടെ ഫാലോപ്പിയൻ ട്യൂബിൾസിനെ കട്ട് ചെയ്ത് മാറ്റുക, അല്ലെങ്കിൽ ഓവറിയുടെ ആ ഭാഗത്ത് നിന്ന് ഓവിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവോയിനകത്തേക്ക് എത്താതിരിക്കുന്ന രീതിയിലുള്ള നൂതനമായ മാർഗ്ഗങ്ങളാണ് ചെയ്യുക. തീർച്ചയായും ശരീരത്തിനകത്തൊരു ഒരു ഉൽപ്പാദനം നടക്കുകയും ഒരു എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതിൻ്റെ ലക്ഷ്യം ശരിക്കും പറഞ്ഞാൽ ഈ യൂട്രസിലേക്ക് വരികയും ചെയ്യുക എന്നുള്ളതാണെങ്കിൽ അത് വരാതിരിക്കുമ്പോൾ ശരീരത്തിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാകും. പലർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് കണ്ടുവരുന്നത്. ഇന്നെ നമുക്ക് ശരിക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാം, അതേപോലെ വേദനകളുണ്ടാകാം, ഒക്കെ ഉണ്ടാവാറുണ്ട്. കൈകാല് കഴക്കൽ, മസിൽ പെയിനുകൾ, മറ്റു ബുദ്ധിമുട്ടുകളുണ്ടാകും. ഈ ബുദ്ധിമുട്ടുകൾക്ക് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആശ്വാസം ഒരു പരിധി വരെ കൊടുക്കാം. കാരണം നമ്മളായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ലഭ്യമല്ല. യൂട്രസ് എടുത്ത് കളഞ്ഞ ഒരാളെ സംബന്ധിച്ചോളം അയാൾക്ക് മാറിന് വേദന വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. കാരണം അത് മാറിന് വേദന വരുന്ന മാറിനകത്തുള്ള അഴുക്കുകളും കാര്യങ്ങളും ആ നീർക്കെട്ടുകളൊക്കെ യൂട്രസിലൂടെ വന്ന ശേഷമാണ് പുറത്തേക്ക് പോവുക. യൂട്രസിന് ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് രണ്ട് ചെസ്റ്റിലും പെൺകുട്ടികൾക്ക് വേദന ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ യൂട്രസ് എടുത്തു കളഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ പറ്റുക, ഈ മാറിൻ്റെ വേദന പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷേ ഒരാശ്വാസം കൊടുക്കാൻ സാധിക്കും. നമുക്ക് നിലവിൽ അങ്ങനത്തെ കേസുകളുണ്ട്. തീർച്ചയായും നമുക്ക് അവർക്ക് നല്ല രീതിയിൽ ആശ്വാസം കൊടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ നമുക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റും എന്നല്ലാതെ പ്രസവം നിർത്തിയ ഒരാൾക്ക് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിലൂടെ വീണ്ടും പ്രസവിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല. അത് ഞാൻ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നടന്നിട്ടില്ല. അത് തീർച്ചയായും രണ്ടാമതുകൊണ്ട് സർജറി ചെയ്ത് രണ്ടും കൂടെ ഒരുമിച്ച് കൂട്ടിയാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, പ്രസവം സാധിക്കുകയുള്ളൂ. അടുത്ത മറ്റൊരു ചോദ്യം, ശരീരത്തിൽ ഹീമോഗ്ലോബിൻ കുറയാനുള്ള കാരണങ്ങൾ, അതിൻ്റെ പരിഹാരം ഒന്ന് പറഞ്ഞു തരുമോ? നമുക്കറിയാം, ഇൻഫ്ലമേഷൻ ഉണ്ടാവുക, ഇൻഫെക്ഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ക്യാൻസർ, കിഡ്നി ഡിസീസ്, ക്രോണിക് ആയിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ശരീരത്തിൻ്റെ ഓർഗൻസിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനായിട്ട് താളം തെറ്റും. ഇങ്ങനെ ഓർഗൻസിൻ്റെ പ്രവർത്തനം താളം തെറ്റുമ്പോൾ ശരീരത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പല എൻസൈംസുകൾ, പല ഹോർമോൺസുകൾ, അതായത് രക്തങ്ങൾ, ഇത് ശരീരം ഉൽപ്പാദിപ്പിക്കാതിരിക്കും. കാരണം ശരീരം ആ സമയത്ത് മുഴുവൻ കോൺസെൻട്രേഷൻ കൊടുക്കുക ഈ ഓർഗൻസിൻ്റെ പ്രവർത്തനം നേരെയാക്കാനാണ് നോക്കുക. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, ഇവർക്ക് വളർച്ച വരികയും ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ രോഗത്തിനല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, രോഗകാരണം എന്തുകൊണ്ട് ഈ ആൾക്ക് ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നില്ല എന്ന് നോക്കും. തീർച്ചയായും കിഡ്നിയുടെ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ ലിവറിൻ്റെ പ്രവർത്തനങ്ങൾക്കോ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഈ ബുദ്ധിമുട്ടുണ്ടാവുകയും അതിൻ്റെ പ്രവർത്തനം കറക്റ്റാകാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഹീമോഗ്ലോബിൻ ഉണ്ടാകത്തുമില്ല, ഉണ്ടാവുന്നത് കുറയുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാവാനുള്ള എളുപ്പ വഴികൾ, മാർഗ്ഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഉണക്കമുന്തിരിങ്ങ കഴിക്കാം, അതായത് ഈത്തപ്പഴം കഴിക്കാം. ഉണക്കമുന്തിരിങ്ങ ഈത്തപ്പഴം കൂടെ വെള്ളത്തിലിട്ട് രാവിലെ അതെല്ലാം കൂടെ ഒരു ജ്യൂസ് പോലെ അടിച്ചു കുടിക്കാം.
പാലിനകത്ത് ഈ പറഞ്ഞതുപോലെ ഈത്തപ്പഴം എന്ത് ചെയ്യുക, കാച്ചി രാത്രി കിടക്കാൻ നേരത്ത് കുടിക്കാം. അത് ശരീരത്തിന് പുഷ്ടിയും ഈ പറഞ്ഞ പോലെ ഗുണങ്ങളും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. ഒപ്പം തന്നെ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും എന്തുകൊണ്ട് ഇയാൾക്ക് ഹീമോഗ്ലോബിൻ കുറവുണ്ടെന്ന് കണ്ടുപിടിക്കുകയും അത് ലിവറിൻ്റെ പോയിൻറ്റോ അല്ലെങ്കിൽ മെറിഡിയനോ അല്ലെങ്കിൽ കിഡ്നിയുടെ മെറിഡിയനോ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഈ ബുദ്ധിമുട്ട് മാറുന്നതായിരിക്കും. ED മാറ്റിയെടുക്കാൻ പറ്റുമോ? വിഷ്ണുവാണ് ചോദിച്ചിരുന്നത്. ED മീൻസ് എറക്ടൈൽ ഡിസ്ഇൻഫെക്ഷൻ, അതായത് ആൺകുട്ടികളുടെ നാഡീ തളർച്ച ഉണ്ടാകുന്നതിനാണ് എറക്ടൈൽ ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ചിലർക്ക് ഷുഗറിൻ്റെ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഉണ്ടാവാറുണ്ട്, ഷുഗറിൻ്റെ രോഗത്തിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും ചിലർക്ക് വരാറുണ്ട്. ചിലർക്ക് അല്ലാതെ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് ഈ പറഞ്ഞതുപോലെ ലൈംഗികമായിട്ട് ഉത്തേജനം ഉണ്ടാകാതിരിക്കുക, ലൈംഗിക തളർച്ച ഉണ്ടായിട്ട് ലിംഗം എന്ത് ചെയ്യുക, ചുരുങ്ങിപ്പോവുകയും കറക്റ്റായിട്ട് നിവർന്ന് നിൽക്കാത്ത ഒരവസ്ഥയിലേക്ക് ഉണ്ടാവും. ഇത് തീർച്ചയായും അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിലേക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ, ആ ഭാഗത്ത് ഈ പറഞ്ഞതുപോലെ ഏതോ ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ട് അങ്ങോട്ടേക്കുള്ള രക്തം സർക്കുലേഷൻ കുറയുകയും ആ ഭാഗം ശോഷിച്ച് അത് ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞു വരികയും ചെയ്യുകയാണ്. ആവശ്യമായ എറക്ഷൻ ലഭിക്കാതിരിക്കുകയും ചെയ്യാൻ. ഈ ഞാൻ പറഞ്ഞു വെളുത്തുള്ളി നമ്മുടെ നെയ്യിൽ എന്ത് ചെയ്യുക, മൂപ്പിച്ചിട്ട് അങ്ങനെ കഴിക്കുക. അതേപോലെ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ തീർച്ചയായും കൂടുതൽ സമയം ലഭിക്കുകയും അതിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ മാറുകയും ചെയ്ത റിസൾട്ടുണ്ട്. ആ റിസൾട്ടുകൾ നമ്മൾ ഗ്രൂപ്പിൽ മുന്നേ നമ്മുടെ വീഡിയോസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. തീർച്ചയായും എറക്ടൈൽ ഡിസ്ഇൻഫെക്ഷൻ മാറ്റിയെടുക്കാൻ പറ്റും. അടുത്ത സെലീന ജലീലാണ് ചോദിച്ചിരിക്കുന്നത്, എനിക്ക് എന്തെങ്കിലും ജോലികൾ ചെയ്താൽ പെട്ടെന്ന് നടുവിന് നീർക്കെട്ട് ഉണ്ടാകുന്നു, അതിന് അക്യുപഞ്ചർ ചികിത്സ ഉണ്ടോ? തുമ്മലിന് അക്യുപ്രഷർ ചെയ്താണ് മാറിയത്. തീർച്ചയായും ഈ ജോലികൾ ചെയ്താൽ പെട്ടെന്ന് നടുവിന് നീർക്കെട്ട് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ശരീരത്തിനകത്ത് നീർക്കെട്ട് എല്ലാ മനുഷ്യനും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ ശരിക്കും പറഞ്ഞാൽ താഴത്തേക്ക് വന്ന് യൂറിനിലൂടെ പുറത്തേക്ക് പോകണം. അങ്ങനെ പോകുന്നില്ല എങ്കിൽ ഈ ആൾക്ക് എന്തോ ഒരു തകരാറുണ്ടെന്ന് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു, ഈസിനെസ് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഡിസീസ്. ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ആരോഗ്യമായ അവസ്ഥ നഷ്ടപ്പെടുക എന്നാണ് അർത്ഥം. ആരോഗ്യമുള്ള ഒരു ശരീരത്തിനകത്ത് നീർക്കെട്ടുണ്ടാവും, ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവും, നടക്കുമ്പോൾ ഉണ്ടാവും. ഇതെന്ത് ചെയ്യണം? റെസ്റ്റ് എടുക്കുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത് യൂറിനിലൂടെ പുറത്തേക്ക് പോകണം. അങ്ങനെ പോകുന്നില്ല എങ്കിൽ മിക്കവാറും കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട്, എന്ന് വെച്ചാൽ കിഡ്നി അടിച്ചുപോയി എന്നല്ല അർത്ഥം, മറിച്ച് കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകൾ തീർച്ചയായും മാറും. അക്യുപഞ്ചർ അത് കിഡ്നിയുടെ പോയിൻ്റാണ് ചെയ്യുക. ഇനിയിപ്പോൾ നേരിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റാത്തവർക്കാണ് നമ്മൾ ഡിസ്റ്റൻസ് ഹീലിംഗ് ഫോണിലൂടെ ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ടുണ്ട്. അത് തീർച്ചയായും കൊണ്ട് രോഗങ്ങൾ മാറുന്നതാണ്. അതിനെ പറ്റിയുള്ള വീഡിയോസ് പ്ലേലിസ്റ്റിനകത്ത് ഡിസ്റ്റൻസ് ഹീലിംഗ് നമ്മൾ നോക്കി നിങ്ങൾക്ക് അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും അത് എടുത്തിട്ട് റിസൾട്ട് കിട്ടിയ വേറെ വീഡിയോസും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത സെയ്ത്തൂനാണ് ചോദിച്ചിരിക്കുന്നത്, രാവിലെ കുളിച്ച് വേറെ ജോലികൾ ചെയ്താൽ വീണ്ടും കുളിക്കേണ്ടി വരുമോ? അപ്പോഴെന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായും നമ്മൾ ഇങ്ങനെ ചോദ്യം വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, രാവിലെ 7 മണിക്ക് മുമ്പ് 6 മണിക്ക് ശേഷം നിങ്ങൾ കുളിക്കണം. അപ്പോൾ പലരും വിചാരിച്ചിരിക്കുന്നതിന് ശേഷം പിന്നെ കുളിക്കാൻ പറ്റില്ല. കാരണം രാവിലെ കുളിച്ചാൽ അതിന് ശേഷം പിന്നെ ജോലി ചെയ്യുമ്പോൾ വിയർക്കും ഇതാക്കും, അപ്പോൾ അതിന് ശേഷം കുളിക്കാൻ പറ്റുമെന്നാണ്. തീർച്ചയായും എത്ര പ്രാവശ്യം വേണമെങ്കിലും കുളിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ രാവിലത്തെ കുളി നിർബന്ധമായിരിക്കും. കാരണം ശരീരത്തിന് നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ ശേഷം നീർക്കെട്ടുകളുണ്ടാകും, ബോഡി ഹീറ്റ് കൂടി നിൽക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് പച്ചവെള്ളം, ചൂടുവെള്ളത്തിൽ കുളിക്കേണ്ട, പച്ചവെള്ളത്തിൽ ശരിക്കും കുളിക്കുമ്പോൾ ഈ ബോഡി ഹീറ്റ് താഴത്തേക്ക് മാറുകയും യൂറിനിലൂടെ നീർക്കെട്ട് പോവുകയും ശരീരത്തിൻ്റെ ഇമ്മ്യൂണൈസേഷൻ കൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് രാവിലത്തെ കുളി നിർബന്ധമായിട്ടും 7 മണിക്ക് മുമ്പ് തന്നെ, കഴിയുമെങ്കിൽ 6 മണി കഴിയുമ്പോൾ തന്നെ കുളിക്കാൻ പറയുന്നത്. അടുത്ത രഹന ആലപ്പിയ ചോദിച്ചിരിക്കുന്നത്, ഫൈബ്രോമയാൾജിയ സന്ധിവേദന പ്രത്യേകിച്ച് പുറത്ത് വന്നാൽ വലിയ പ്രയാസമാണ്, അതിനകത്ത് എന്തെങ്കിലും പരിഹാരമുണ്ടോ? തീർച്ചയായും നമുക്ക് ഫൈബ്രോമയാൾജിയ ഒരുപാട് കേസുകളുണ്ട്, ന്യൂറോസിസിൻ്റെ കേസുകളുണ്ട്, വാദത്തിൻ്റെ കേസുകളുണ്ട്. ഇതെല്ലാം തന്നെ ഞാൻ പറഞ്ഞു, ഞരമ്പുകൾ ഒന്നില്ലെങ്കിൽ ചുരുങ്ങിപ്പോവുക, അല്ലെങ്കിൽ ഞരമ്പിലൂടെ കൃത്യമായിട്ട് നീര് താഴത്തേക്ക് വരാതിരിക്കുക, നരമ്പിന് ക്ഷതങ്ങളുണ്ടാവുക, ഞരമ്പുകൾ പൊട്ടിപ്പോവുക, ഇങ്ങനെ പല കേസുകളാണ് ഉണ്ടാകുക. നമുക്കറിയാം, ശരീരത്തിനകത്ത് ഏതെങ്കിലും ഒരു ഞരമ്പ് പൊട്ടിപ്പോയാലും ഒരു ബൈപ്പാസ് പോലെ വേറൊരു കണക്ഷൻ ശരീരം തന്നെ ഉണ്ടാക്കിയെടുക്കും. അതിന് കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രം. ആ സമയത്ത് ശരീരത്തിൻ്റെ റെസ്റ്റിലേക്ക് വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അതങ്ങനെ ചെയ്തു വരും. നമ്മളിനിയിപ്പോൾ ഒരു ആക്സിഡൻറ്റ് സീരീസ് എന്ന് പറഞ്ഞിട്ട് അക്യുപഞ്ചർ വാക്സിൻ നമ്മൾ തുടങ്ങും. അപ്പോൾ അതിനകത്ത് ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിശദമായ കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കാം. അപ്പോൾ തീർച്ചയായും ഫൈബ്രോമയാൾജിയ പോലുള്ള കേസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഒരു മരുന്നും കഴിക്കാതെ തന്നെ അക്യുപഞ്ചറിലൂടെ ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നതാണ്. അത് ജെറാറ് പുതുകാടാണ് ചോദിച്ചിരിക്കുന്നത്, രാത്രി കിടന്നാൽ രാവിലെ വരെ ഇടക്കിടക്ക് മൂത്രമൊഴിക്കണം, അതിനാൽ ഉറക്കം തീരെ കുറവാണ്. അപ്പോൾ പല ആൾക്കാർക്കും ഈ പറഞ്ഞതുപോലെ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും.
ഇപ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ബുദ്ധിമുട്ട്. ഇത് ഒന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്നത് കഴിയുന്നത് ഒഴിവാക്കുക. തീരെ ആവശ്യമുണ്ടെങ്കിൽ വളരെ മാത്രം കുടിക്കുക. 2, മൂത്രം ഒഴിക്കാൻ ചെന്ന് നിന്നാൽ ഈ പലരും പറയുന്നത് ഇറ്റിറ്റ് പോവുക, അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞ് വന്നാലും പൂർണ്ണമായി പോയതിൻ്റെ ഒരു സുഖം കിട്ടാതിരിക്കുക, വന്നു കഴിഞ്ഞാൽ പിന്നെ മൂത്രം ഒഴിക്കും അല്ലെങ്കിൽ മൂത്രം പോകുന്ന പോലെ തോന്നാറുണ്ട്. ഇതിനെല്ലാം തന്നെയുള്ള പരിഹാരം എന്ന് വെച്ചാൽ, ഒന്ന് മൂത്രം ഒഴിക്കാൻ ചെന്നിരിക്കുമ്പോൾ അതാണാകട്ടെ പെണ്ണാകട്ടെ അവിടെ ചെന്നിട്ട് ഒരിക്കലും മുക്കണ്ട, ജസ്റ്റ് അവിടെ ചെന്നിരിക്കുക, ശ്വാസം നന്നായിട്ട് എടുത്ത് ഹോൾഡ് ചെയ്യുക, ഫുള്ള് റിലാക്സ് ചെയ്യുക, എല്ലാ ഞരമ്പുകളും റിലാക്സ് ചെയ്യുക. അല്ലേ, നമുക്കിവിടെ സ്വിച്ച് ഒന്നും ഇല്ലല്ലോ മൂത്രം ഒഴിക്കാൻ. നമ്മൾ റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ മൂത്രം പോയ ശേഷം ഒന്ന് എഴുന്നേറ്റിട്ട് ഒന്നുകൊണ്ട് ഇരിക്കാം. അതിന് ശേഷം പിന്നെയും ശ്വാസം എടുത്ത് വലിച്ചു കഴിഞ്ഞാൽ 2-3 തുള്ളി പിന്നെയും പോകും, ഒരു 5 സെക്കൻഡ് 10. ഇതിങ്ങനെ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നിങ്ങളുടെ ആ ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ടും മാറും. അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിനകത്ത് യൂറിനറി ബ്ലാഡറിനകത്താണ് ഇതിന് ചെയ്യുന്നത്. ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ ക്ഷതങ്ങളും കാര്യങ്ങളും മാറുകയും രാത്രി ഇടക്കിടക്ക് പോകുന്ന ഇൻ്റർവെൽസ് കുറഞ്ഞു വന്ന് ആ രോഗം പൂർണ്ണമായിട്ട് മാറുക തന്നെ ചെയ്യും. അടുത്ത ഖദീജയാണ് ചോദിച്ചിരിക്കുന്നത്, വയറിളക്കം പെട്ടെന്ന് നിൽക്കാൻ എന്താണ് ചെയ്യുന്നത്? ഇംഗ്ലീഷിലാണെങ്കിൽ മരുന്നുകളുണ്ടല്ലോ, അക്യുപഞ്ചറിനകത്ത് എന്താണ് ചെയ്യാൻ പറ്റുക? തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, ഭക്ഷണമായി കഴിക്കാൻ പറ്റുന്ന എന്തും മരുന്നായിട്ട് അക്യുപഞ്ചറിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറയുക, പെട്ടെന്ന് നിങ്ങൾക്ക് വയറിളക്കം വന്നു, ഒരു അക്യുപഞ്ചറിന് പോകാതെ തന്നെ പെട്ടെന്ന് എങ്ങനെ മാറ്റാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്പൂൺ കല്ലുപ്പ്, 1 സ്പൂൺ ശർക്കര, ഇത് രണ്ടും കൂടെ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിനകത്ത് തിളപ്പിച്ചരിച്ച് അതിൽ 1-2 സ്പൂൺ കുടിക്കുക. ശേഷം മൂത്രം ഒഴിച്ചതിന് ശേഷം മാത്രമേ പച്ചവെള്ളം പോലും കുടിക്കാവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ വെള്ള ജസ്റ്റ് നന്നായിട്ടൊന്ന് നെക്കി മസാജ് കൊടുക്കും. ഒരുപാട് പോയിൻറ്റ്സ് ഉള്ളതുകൊണ്ട് ഒരു ഭാഗം കൂടെയാണ് കൈ, അല്ലേ? അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് മസാജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു റിലീസ് ഉണ്ടാവും. തീർച്ചയായും വയറിളക്കം പെട്ടെന്ന് നിൽക്കും. പിന്നെ ഇത് നിൽക്കുന്നില്ല, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾക്ക് ഒരു നിദാനമായിട്ട് വരുന്നതെങ്കിൽ ഇത് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള അക്യുപഞ്ചറിന് നിങ്ങൾക്ക് ചെയ്യാം. തീർച്ചയായും അത് മാറുന്നതാണ്. ഫുഡ് പോയ്സൺ വന്നിട്ട് അൻസിലാണ് ചോദിച്ചിരിക്കുന്നത്. ഫുഡ് പോയ്സൺ വന്നിട്ട് ഒരാഴ്ചയായി, ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല, വയറുവേദന ഇടക്കിടക്ക് വരും, ഭക്ഷണത്തോട് മടുപ്പുണ്ട്, എന്താണ് ചെയ്യുക? നമുക്കറിയാം, ഫുഡ് പോയ്സൺ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിനകത്ത് അതിൻ്റെ അംശങ്ങളുള്ള സമയത്ത്, അത് ചിലപ്പോൾ ഒരു 1 വീക്ക് ആകാം, 2 വീക്ക് ആകാം, 3 വീക്സ് ആകാം. ഇങ്ങനെ ഈ ഒരു സമയത്ത് നമുക്ക് ഭക്ഷണത്തിനോട് മടുപ്പുണ്ട്. കാരണം ദഹനം തീരെ വീക്കായിരിക്കും അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച്. ആ സമയത്ത് വിശപ്പില്ല ഭക്ഷണം കഴിക്കാതിരിക്കലാണ് വേഗം രോഗം സുഖപ്പെടാൻ സാധിക്കുക. അതുപോലെ തന്നെ എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്? എളുപ്പം ദഹിക്കുന്ന പഴച്ചാറുകളോ ജ്യൂസുകളോ മാത്രം കഴിക്കുക. ഈന്തപ്പഴം കഴിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചെറിയ ജ്യൂസുകൾ മധുരമില്ലാതെ കുടിക്കാം, വെള്ളം കുടിക്കാം, നാരങ്ങ വെള്ളം അത്യാവശ്യമാണെങ്കിൽ മാത്രം കുടിക്കാം, കരിക്കും വെള്ളം വളരെ നല്ലതാണ്. ഇതെല്ലാം കുടിച്ചുകൊണ്ട് കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ 3 ആഴ്ചയൊന്നും വേണ്ട, ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ വേഗം ഫുഡ് പോയ്സൻ്റെ ബുദ്ധിമുട്ടുകൾ മാറുന്നതാണ്. അക്യുപഞ്ചറിനകത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഉള്ളിലുള്ള വേസ്റ്റ് എലിമിനേറ്റ് ചെയ്ത് പുറത്ത് പോകാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്യും. വേഗം തന്നെ സുഖപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. ഇനി നമുക്കിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യം തൽക്കാലം ഇത്രയും കൊണ്ട് ഈ എപ്പിസോഡ് 4 നമ്മളിപ്പോൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ രക്ഷാദൗത്യം വയനാട് സംഭവിച്ചത് വളരെ വിഷമകരമായ ഒരു സംഭവമാണ്. അവരുമായിട്ട് ഞാൻ അവരുടെ വിഷമത്തിൽ ഞാൻ പങ്കുചേരുകയാണ്. ഒപ്പം രക്ഷാദൗത്യത്തിനായിട്ട് പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു, ആ വീഡിയോയിനകത്ത് ഞാൻ കാണിച്ചിരുന്നു, അത് ഞാൻ ഇതിനകത്തും കൊടുക്കാം. ഈ നടുവിരലിൻ്റെ ഈ ഒരു ലൈൻ, ഈ ലൈൻ്റെ നടുഭാഗം എന്ത് ചെയ്യുക, ചെയ്ത് കൊടുക്കുക. അതേപോലെ മുകളിൽ കാണുന്ന ആ കാലിൻ്റെ ആ പടം, അതായത് തള്ളവിരലിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ആ ഒരു ഭാഗം, ആ ഭാഗം എന്ത് ചെയ്യുക, നന്നായിട്ട് മസാജ്. SP5 എന്നാണ് പറയുക. അത് ഇമ്മ്യൂണൈസേഷൻ കൂട്ടുകയും ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ പോയിട്ട് വരികയാണെങ്കിൽ, നിങ്ങൾ രക്ഷാദൗത്യത്തിനൊക്കെ പോയിട്ട് വരും വളരെയധികം കുഴഞ്ഞിരിക്കും, അല്ലേ? നിങ്ങൾക്കൊരു ഇമ്മ്യൂണി ബൂസ്റ്റ് ചെയ്യാൻ ഡ്രിങ്കായിട്ട് പറയാൻ പറ്റുന്ന നാരങ്ങ പിഴിഞ്ഞ് തേൻ ചേർത്ത് അല്പം വെള്ളവും ചേർത്ത് എന്ത് ചെയ്യുക, കുടിക്കുന്നത് ശരീരത്തിനകത്ത് പെട്ടെന്ന് തന്നെ എനർജി ഒരു ബാലൻസ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം, ക്യാമ്പുകളിലും അവിടെയൊക്കെ താമസിക്കുന്നവർ, അവർക്ക് എത്ര തന്നെ ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് നെഞ്ചിൻ്റെ ഉള്ളിലെല്ലാം വിഷമങ്ങളായിരിക്കും, ചിലർക്ക് ശ്വാസം മുട്ടലുണ്ടാകും. ഇങ്ങനെ നമുക്ക് വിഷമം വന്നാൽ മനുഷ്യനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവന് ശ്വാസം മുട്ടലും ശ്വാസത്തിനും ബുദ്ധിമുട്ടും നെഞ്ചിൽ ഭാരം ഇരിക്കുന്നതായിട്ട് തോന്നും. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ തള്ളവൻ്റെ 2 തള്ളവൻ്റെ താഴെയും പറ്റും, തള്ളവൻ്റെ താഴെ ഈ ഭാഗം, ഈ പൊങ്ങി നിൽക്കുന്ന ഈ ഭാഗം എന്ത് ചെയ്യുക, ഈ ഭാഗം നന്നായിട്ട് മസാജ് എടുക്കുക. അത് നമ്മൾ സ്വയം നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്തിരിക്കുന്ന ഒരാൾക്കാണ് വിഷമം പോലെ തോന്നുന്നതെങ്കിൽ അയാളുടെ കൈയുടെ ഈ ഭാഗം നന്നായിട്ട് എന്ത് ചെയ്യാം, ഒരു 2, 3, 4, 5 മിനിറ്റ്
പല സമയങ്ങളിലായിട്ട് ചെയ്തു കൊടുക്കുന്നത് അയാളുടെ നെഞ്ചിൻ്റെ ഭാരം കുറയ്ക്കുകയും ഇത് ലങ്ങിൻ്റെ ഒരു പോയിൻറ്റും ലങ്ങിൻ്റെ ഒരു ഏരിയയുമാണ്. അത് ആശ്വാസം കൊടുക്കുകയും ചെയ്യും. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഇമ്മ്യൂണൈസേഷൻ കൂടാൻ വേണ്ടി SP5 എന്നുള്ള പോയിൻറ്റിന് ഒപ്പം തന്നെ നമ്മുടെ കാലിൻ്റെ, ഞാൻ ഈ മേളിൽ കൊടുക്കുന്ന ഈ കാലിൻ്റെ ഈ ഒരു പോയിൻറ്റ് KD1 എന്നുള്ളൊരു പോയിൻറ്റ് എമർജൻസി പോയിൻ്റായിട്ട് അറിയപ്പെടുന്നുണ്ട്. പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് എന്ത് ചെയ്യുക, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നതും ആളുടെ ബോഡി വേഗത്തിൽ റിക്കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഉത്തരം വന്നിട്ടുണ്ട്. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ചെയ്താൽ അടുത്ത ആഴ്ചയുള്ള വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ഉൾപ്പെടുത്തുന്നതാണ്. സൈനിങ് ഓഫ്. അക്യുപിയ മുഹമ്മദ് അൻസാദ്, മിറാക്കിൾ അക്യുപഞ്ചർ, ആലപ്പുഴ.